ഹലോ ഫ്രണ്ട്സ്, റോക്സ്റ്റാർ ശ്രീഹരിയിലേക്ക് സ്വാഗതം. ആമസോണിൽ ഓർഡർ ചെയ്ത ഒരു സ്പെഷ്യൽ പ്രോഡക്റ്റ് പരിചയപ്പെടുത്താനാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. ഒത്തിരി നാളായിട്ട് ഞാൻ സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ച ഒരു പ്രോഡക്റ്റാണിത്. ഇതെന്താണെന്ന് ആദ്യം അറിയില്ലായിരുന്നു. ഞാൻ ഈ കുറേ പരസ്യത്തിലും ഈ മിക്സർ ഗ്രൈൻഡറുടെ മെനുവിലും ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, ഇങ്ങനൊരു എക്യുപ്മെൻറ്റ് കണ്ടിട്ടുണ്ട്. അത് പരിചയപ്പെടുത്താനാണ് ശരിക്കും ഈ വീഡിയോ ഇടുന്നത്. ഇപ്പോൾ നമ്മൾ പാക്കറ്റ് പൊട്ടിച്ചത് കോഫി ബീൻസാണ്, പ്യൂർ കോഫി ബീൻസാണ്. ഈ കോഫി ബീൻസും പിന്നെ ഈ എക്യുപ്മെൻറ്റും ഉപയോഗിച്ചിട്ട് ഒരു നല്ല കോഫി ഉണ്ടാക്കുന്ന ഒരു പ്രോസസ്സാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാൻ പോകുന്നത്. ഒന്ന് നിങ്ങൾ കണ്ടു നോക്കൂ. കോഫി ലവേഴ്സിന് തീർച്ചയായും ഈ വീഡിയോ ഇഷ്ടപ്പെടും. ഇത് നോർമലി നമ്മൾ ബ്രൂവിൻ്റെയും സൺറൈസേഴ്സിൻ്റെയൊക്കെ കോഫി വാങ്ങുന്ന ഒരു രീതിയിലല്ല. ആക്ച്വലി ഇതൊരു പ്രിസർവേറ്റീവ് ഒന്നും ഇല്ലാതെ കോഫി ബീനിൽ നിന്ന് നേരിട്ട് പൊടിച്ച് നമ്മൾ കോഫി ഉണ്ടാക്കി കുടിക്കുന്ന ഒരു സെഗ്മെൻറ്റാണ് ഈ കാണിച്ചു തരുന്നത്. ശരിക്കും ടേസ്റ്റിൽ നല്ല വ്യത്യാസമുണ്ട്. റോ കോഫിയാണ്, വിത്തൗട്ട് ഇനി ഫ്ലേവർ ആയിരിക്കും. അപ്പോൾ ഫ്ലേവറുള്ള കോഫി ബീൻസ് നമുക്ക് വാങ്ങിക്കാം കേട്ടോ. ആ പ്രോഡക്റ്റിൻ്റെ ഒക്കെ ഒരു ഫിനിഷ് കണ്ടില്ലേ? ശരിക്ക് ഒരു റോയൽ ടച്ച് ഉണ്ട്, ഒരു ഇംഗ്ലീഷ് ടച്ച് ഉണ്ട് ഈ പ്രോഡക്റ്റിന്. ഇത് മെയ്ഡ് ഇൻ ചൈന പ്രോഡക്റ്റാണ്. 1300 രൂപയോളം വിലയുണ്ട്. പക്ഷേ ഇതിൻ്റെ ഫിറ്റ് ആൻഡ് ഫിനിഷും ഇതിൻ്റെ ഒരു ക്വാളിറ്റിയും അപാരമാണ് കേട്ടോ. ഞാനിതിൻ്റെ ഫോട്ടോ കണ്ടിട്ടാണ് ഞാനിത് വാങ്ങിച്ചത്. പക്ഷെ ഇത്രയ്ക്കും ഫിനിഷിംഗ് ആയ ഇത്രയും നല്ല ഒരു പ്രോഡക്റ്റാണെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. ഒരു ആഗ്രഹം കൊണ്ട് വാങ്ങിച്ചതാണ്. വാറണ്ടി കാർഡും യൂസർ മാനുവലൊക്കെ ഉണ്ട് ഇതിനകത്ത്. എന്നിട്ട് ഈ പ്രോഡക്റ്റ് എങ്ങനെ യൂസ് ചെയ്യുന്നത് ഞാൻ പരിചയപ്പെടുത്തി തരാം. യൂസർ മാനുവലിൽ വളരെ വ്യക്തമായിട്ട് പിക്ചോറിയൽ റെപ്രസെൻറ്റേഷൻ ഉണ്ട് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നുള്ളത്. അത് നമ്മൾ വായിച്ച് മനസ്സിലാക്കിയ ശേഷം നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കി ഇതെങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ ഡിഫറെൻറ്റ് ലെവൽസ് ഉണ്ട്. നമുക്ക് കോഫി ബീൻ പൊടിക്കുന്നതിൻ്റെ ലെവൽസ് ഉണ്ട്. ചെറിയ ഫൈൻ പ്രോഡക്റ്റ് മുതൽ, ഫൈൻ പാർട്ടിക്കിൾ മുതൽ കുറച്ചൊരു തിക്കായ ഇതുവരെ പൊടിച്ചെടുക്കാം, രീതിയിൽ വരെ പൊടിച്ചെടുക്കാം. ഇതിൻ്റെ അടപ്പ് ഇത് ഇങ്ങനെ തുറന്നെടുത്തിട്ട് ഇതിനകത്ത് കോഫി ബീൻ ഇടണം. എന്നിട്ട് നമ്മൾ ആ ഒരു ഹാൻഡിൽ ഉപയോഗിച്ച് റൊട്ടേറ്റ് ചെയ്തിട്ട് പൊടിക്കണം. അതാണ് ഇതിൻ്റെ പ്രോസസ്സ്. അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ ഡിറ്റാച്ച് ചെയ്യാൻ പറ്റും. ആ കുപ്പിയിലായിരിക്കും കോഫി പൗഡർ വന്ന് വീഴുന്നത്. ഈ കാണുന്ന ലെവലില്ലേ, ഈ മാർക്കിങ്, അതിൽ 1 to 6 ഉണ്ട്. 1 ഏറ്റവും ഫൈൻ പാർട്ടിക്കിളായിരിക്കും, പിന്നെ 6 വന്നിട്ട് ഏറ്റവും തിക്കസ്റ്റ് പാർട്ടിക്കിളായിരിക്കും വരിക. നല്ല കട്ടിയുള്ള കവറാണ്, നല്ല ക്വാളിറ്റിയുള്ള പാക്കേജൊക്കെയാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. കോഫി ബീനും അതെ, അത് തുറക്കുമ്പോൾ തന്നെ ഒരു ഉഷാറ് മണമാണ്, നമ്മൾ ആക്ടിവേറ്റ് ചെയ്യുന്നൊരു മണമാണ് ഇതിനകത്ത് വരുന്നത് കോഫിയുടെ. നമ്മുടെ വീട്ടിൽ ഇങ്ങനെ കോഫി ബീനൊന്നും വാങ്ങിച്ച് യൂസ് ചെയ്യാറില്ല. അപ്പോൾ ഞാൻ കുറേ യൂട്യൂബ് വീഡിയോസൊക്കെ കണ്ട് ഇൻസ്പയർഡായിട്ട് വാങ്ങിച്ചതാണ്. പക്ഷെ മോശം പോയില്ല. നല്ല ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റ്, നല്ല ക്വാളിറ്റിയുള്ള കോഫി നമുക്ക് കുടിക്കാൻ പറ്റും. അതാണ് ഉദ്ദേശം. ഞാനൊരു കോഫി ലവറാണ്. ഇതിന് മുമ്പ് ഞാനൊരു കോഫി മേക്കിംഗ് വീഡിയോ ഇട്ടിട്ടുണ്ട്. ഈ പ്രോഡക്റ്റിൻ്റെ ഇൻ ഹാൻഡ് ഫീലൊക്കെ ഒരു അസാധ്യം കേട്ടോ, ഒരു രക്ഷയില്ല. ഞാൻ ചുമ്മാ ഇതെല്ലാം കയ്യിൽ പിടിച്ചൊന്ന് നോക്കൊക്കെ ചെയ്ത് നോക്കി. നല്ല ഹാർഡാണ്. ഇതിൻ്റെ താഴെ വരുന്ന കോഫി കളക്ട് ചെയ്യുന്ന ബോട്ടിൽ വരെ വളരെ ഹാർഡാണ്. ഇപ്പോൾ ഇത് ഈ ലിഡ് ഓപ്പൺ ചെയ്യുക, എന്നിട്ട് കുറച്ച് നമ്മൾ കോഫി ബീൻ എടുക്കുക, എന്നിട്ട് അതിലേക്ക് ഇടുക. എന്നിട്ട് എത്ര വേണമെങ്കിൽ നമുക്ക് ഫില്ല് ചെയ്യാം. ഒരു 3-4 ടീസ്പൂണെല്ലാം ഇതിനകത്ത് ഫില്ലാവും. വേസ്റ്റ് ഇല്ലാതെ തന്നെ ഫുള്ള് കോഫി ബീനും നമുക്ക് പൊടിച്ചെടുക്കാൻ പറ്റും കേട്ടോ. എന്നിട്ട് ഇട്ട ശേഷം നമുക്ക് ഈ ലിഡ് അടയ്ക്കുക. പിന്നെ അതേപോലെ ആ ലിവർ ഇട്ടിട്ട് ഒന്ന് കറക്കുക. കറക്കൽ കുറച്ച് പാടുള്ള പരിപാടിയാണ്. ഇപ്പോൾ മോട്ടറൈസ്ഡ് മെഷീനൊക്കെ വന്നിട്ടുണ്ട്, എങ്കിലും ഇത് മാനുവൽ ചെയ്യുമ്പോൾ ഒരു സുഖം, ഒരു പെർഫെക്ഷനും വേറെ തന്നെയാണ്. ഒരു 2-3 മിനിറ്റൊക്കെ നമ്മൾ കറക്കുമ്പോൾ താഴെ കളക്റ്റാവും, ഈ കോഫി പൗഡർ കളക്റ്റാവും. ഇതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് കേട്ടോ. ഇത് നമുക്ക് നേരിട്ട് പാലിലോ അല്ലെങ്കിൽ ചൂടുവെള്ളത്തിലോ ഇട്ട് ഉപയോഗിക്കാം. കോഫി അങ്ങനെ തന്നെ ഉപയോഗിക്കാം. അതല്ല കുറച്ചുകൂടി ഫൈനായിട്ട് ഉപയോഗിക്കുകയെന്നുണ്ടെങ്കിൽ നമുക്ക് ഫിൽറ്റർ കോഫിയിലും ഇട്ട് ഉപയോഗിക്കാം. ഫിൽറ്റർ കോഫി യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് മനസ്സിലാവും.
ഇത് ശരിക്കും കോഫി ഫിൽറ്ററിൻ്റെ മുകളിൽ വെച്ച് അത് ഫിൽറ്റർ ചെയ്ത് ടിക്കോഷൻ ആക്കി എടുത്തിട്ട് അതും യൂസ് ചെയ്യാം കേട്ടോ. ഇതാണ് കോഫി ഫിൽറ്റർ. നമ്മുടെ വീട്ടിലധികം യൂസ് ചെയ്യാറില്ല, ഒരു ചെറിയ ഫിൽറ്ററാണ്. അപ്പോൾ ഞാൻ ഈ വീഡിയോൻ്റെ പർപ്പസിന് വേണ്ടി തപ്പി പിടിച്ചെടുത്തുകൊണ്ട് വന്നതാണ്. ഇതിനകത്ത് നമുക്ക് ഈ കോഫി പൗഡർ ഇട്ടിട്ട്, ഈ കളക്ട് ചെയ്ത കോഫി പൗഡർ ഇട്ടിട്ട് ഇളം ചൂടുവെള്ളം ഒഴിച്ച് നമുക്ക് ടിക്കോഷൻ ആക്കി എടുക്കാം. എന്നിട്ട് ആ ടിക്കോഷൻ ഉപയോഗിച്ച് നമുക്ക് കോഫി ഉണ്ടാക്കാം കേട്ടോ. ശരിക്കൊരു റോ കോഫിയുടെ ടേസ്റ്റാണ് വരുന്നത്. നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല, നമ്മളത് കുടിച്ച് നോക്കുമ്പോൾ മനസ്സിലാവും. കാരണം ബ്രൂവും സൺറൈസേഴ്സിൻ്റെ ഒക്കെ നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നതാണ്. പക്ഷേ ഇത് ശരിക്കൊരു ഡാർക്ക് കോഫിയുടെ ടേസ്റ്റാണ്. ഇതൊരു ഫ്ലേവേർഡ് ടേസ്റ്റായിട്ട് നമുക്ക് തോന്നില്ല. പക്ഷേ ശരിക്കും റിയൽ കോഫി ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ശരിക്കും ഇത് ഇഷ്ടപ്പെടും. കൂടുതൽ യൂറോപ്യൻസിൻ്റെ വീഡിയോസിലൊക്കെയാണ് ഇങ്ങനെയുള്ള കോഫി മേക്കിംഗ് ഒക്കെ ഞാൻ കണ്ടിരിക്കുന്നത്. അവരാണ് ഇങ്ങനെ അധികം ഷുഗർ യൂസ് ചെയ്യാതെ ഇങ്ങനെ റോ കോഫിയൊക്കെ ഉപയോഗിക്കുന്ന ആളുകൾ യൂറോപ്യൻസാണ്. തണുപ്പുള്ള രാജ്യങ്ങളിലാണ് കോഫിയുടെ ശരിക്കും റിക്വയർമെൻറ്റ്. നമ്മുടെ ഈ ചൂടുള്ള പാലക്കാട് പോലുള്ള സ്ഥലങ്ങളിലൊക്കെ കോഫി ശരിക്കും അഡ്വൈസബിൾ അല്ല. എങ്കിലും കോഫി ലവ് ചെയ്യുന്ന ആൾക്കാർ, കോഫി ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഏത് കാലാവസ്ഥയൊന്നും നോക്കാറില്ല. പ്രത്യേകിച്ച് എന്നെപ്പോലുള്ള ആൾക്കാർ ജസ്റ്റ് എയർ ബൗൾസൊക്കെ കളഞ്ഞ ശേഷം ഇതൊന്ന് അടച്ചു വയ്ക്കുക. അടച്ചു വെച്ചൊരു 10-15 മിനിറ്റിന് ശേഷം താഴെ കളക്ട് ചെയ്തിരിക്കുന്ന ടിക്കോഷൻ നമ്മൾ എടുത്തിട്ട് അത് ഉപയോഗിച്ചിട്ട് വേണം നമുക്ക് കോഫി ഉണ്ടാക്കാൻ കേട്ടോ. അപ്പോൾ തിക്ക് കോഫിയുടെ ഒരു ഫ്ലൂയിഡ് കളക്ട് ചെയ്തിട്ടുണ്ട്. ഇതിൽ ആവശ്യമനുസരിച്ച് നമ്മൾ ഉപയോഗിക്കാം. ശരിക്കും 1 സ്പൂൺ 1.5 സ്പൂണ് മതിയാവും ശരിക്കും ഒരു കോഫി ഉണ്ടാക്കാൻ. 1.5 സ്പൂണ് കോഫിയും പിന്നെ അതേപോലെ ശർക്കര ഒരു 2 സ്പൂണ്. ശർക്കര കുറച്ച് ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് 2 സ്പൂണ് മതിയാവും. അതല്ല നല്ല ശർക്കര വേണമെന്നുള്ളവർക്ക് 3 സ്പൂൺ ഉപയോഗിക്കാം കേട്ടോ. എന്നിട്ട് ചൂടുവെള്ളം ഒഴിക്കുക. എന്നിട്ട് ചെറുതായിട്ടൊന്ന് സ്റ്റിർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ശരിക്കും ആ ഒരു മണവും ഫീലും ഒക്കെ നമുക്ക് കിട്ടും. അത് ആസ്വദിച്ചിട്ട് ആ കോഫി ഒന്ന് കുടിച്ചു നോക്കാം. പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ടേസ്റ്റ് കേട്ടോ, ഒരു രക്ഷയില്ല. മസ്റ്റ് ട്രൈ ആണ്. അപ്പോൾ ഞാൻ ഈ സാധനം വാങ്ങിച്ച ശേഷം ഞാൻ ഇങ്ങനെ തന്നെയാണ് കേട്ടോ കോഫി ഉണ്ടാക്കുന്നത്. ഇപ്പോൾ കുട്ടികളെന്ത് ചെയ്യുന്നത് വെച്ചാൽ, ഞാൻ ഓഫീസിൽ നിന്ന് വരുമ്പോഴത്തേക്കും കോഫി പൗഡറൊക്കെ ഇട്ട് പൊടിച്ച് ഫൈൻ ചെയ്ത് വെക്കും. എന്നിട്ട് ഞാൻ ടിക്കോഷൻ ഇല്ലാതെയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതുപോലുള്ള രസകരമായ വീഡിയോസിന് വേണ്ടി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ബൈ ബൈ.